വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. ഇപ്പം നമ്മുടെ കേട്ടറ്റ് എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുന്ന ടൈമാണ് അല്ലേ? അതുപോലെ തന്നെ പുതിയ കേട്ടറ്റിനായിട്ട് ആൾക്കാരെല്ലാവരും പ്രതീക്ഷയോടുകൂടി പഠിച്ചു തുടങ്ങുന്ന സമയവുമാണ്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ സയൻസ് കാറ്റഗറി 3-ലെ ഫിസിക്കൽ സയൻസ് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് ആ ക്വാളിഫൈ ചെയ്യാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം നമുക്ക് ആദ്യം ഏതൊരു പരീക്ഷയാണെങ്കിലും നമുക്ക് ആദ്യം തിരിച്ചറിയേണ്ടത് ആ പരീക്ഷയുടെ ഘടനയും അതോടൊപ്പം തന്നെ സിലബസുമാണ്. ഇപ്പം നമ്മളുടെ കേട്ടറ്റ് എക്സാം വരുന്നത് കാറ്റഗറി 3 വരുന്നത് 150 മാർക്കാണ്. കാറ്റഗറി 2 150 കാറ്റഗറി 3 150. അതിൻ്റെ അകത്ത് നമുക്കിവിടെ വരുന്നത് കാറ്റഗറി 3-ലേക്ക് വരുമ്പം അഡോളസെൻ്റ് ഡെവലപ്മെൻറ്റ്, ഏകദേശം അഡോളസെൻ്റ് സൈക്കോളജി എന്ന് പറയുന്ന ഭാഗം എത്രയാണ്? ഏകദേശം 40 മാർക്കിൻ്റെ ചോദ്യം ആ ഭാഗത്തു നിന്നുണ്ട്. അതോടൊപ്പം തന്നെ ആർട്ട് ഓഫ് ടീച്ചിങ് പെഡഗോജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉണ്ട്. അങ്ങനെ 70 ചോദ്യങ്ങളായി. അതോടൊപ്പം തന്നെ ലാംഗ്വേജ് എയ്തർ ഇംഗ്ലീഷ് ഓർ മലയാളം നമ്മൾ ചൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അതിൽ നിന്ന് 30 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് ഫിസിക്കൽ സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും 25 മാർക്കിൻ്റെ ഫിസിക്സും 25 മാർക്കിൻ്റെ കെമിസ്ട്രിയും ചോദ്യവും ഉണ്ടായിരിക്കും. അപ്പോൾ ആകെ 150 മാർക്കിൽ ഒരു ചോദ്യം ഒന്നും തന്നെ നെഗറ്റീവ് ഇല്ല എന്നതാണ്. എത്ര വേണമെങ്കിലും നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പില്ലാതെ നമുക്കൊരു റിസ്ക് എടുക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. കാരണം എല്ലാം തന്നെ നെഗറ്റീവ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതെന്ന് തിരിച്ചറിയുക. ഇനി നമ്മൾ പറഞ്ഞു ഫിസിക്കൽ സയൻസ് 50 മാർക്ക്, അതായത് 50 മാർക്കിനെ നമ്മുടെ സബ്ജക്റ്റ് ചോദിക്കുന്നുള്ളൂ, ബാക്കി 100 മാർക്കും പുറത്തുനിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ കോർ അല്ലാത്ത കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സിലബസ് നിലവിൽ വന്നത് 2012-ലാണ്. 2012 തൊട്ട് ഇപ്പോൾ 2025 സെപ്റ്റംബർ മാസം വരെയും അതേ സിലബസ് നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പം നോട്ടിഫിക്കേഷനിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് 8, 9, 10, 11, 12 ക്ലാസ്സുകളിലെ ടോപ്പിക്കുകളിൽ നിന്നാണ് ചോദ്യമെങ്കിലും ചോദ്യത്തിൻ്റെ നിലവാരം ഡിഗ്രി തലത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിലബസ് അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ തന്നെയാണ് എന്നുള്ള കാര്യം ശ്രദ്ധാപൂർവം ശ്രവിക്കുക. ഇനി നമുക്ക് നോക്കാം ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്സ്, ആ ഭാഗങ്ങൾ മെക്കാനിക്സ് ഉണ്ട്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ഉണ്ട്, ലൈറ്റ്, സൗണ്ട്, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. അപ്പം ഒരാൾ കേട്ടിട്ട് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 8, 9, 10 ക്ലാസ്സുകളിലെ ഈ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ +1, +2 പറയുന്ന ഭാഗങ്ങളും തീർച്ചയായിട്ടും കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഇവിടുത്തെ മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് വരുന്നതെങ്കിൽ അതേസമയം ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിൽ നിന്ന് വരുന്ന പ്രോബ്ലം ന്യൂമറിക്കൽ ലെവൽ അല്ല വരുന്നത്, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് അവിടെ വരുന്നത്. പക്ക ന്യൂമറിക്കൽ അല്ല. ഇപ്പോൾ റിഫ്രാക്ഷൻ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഫിനോമിനൻ ബേസ്ഡ് ആയിട്ട്, പ്രത്യേകിച്ച് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പക്കായിട്ട് മനസ്സിലായെങ്കിൽ മാത്രം ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ലൈറ്റിൽ നിന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ നമുക്കൊരു മാസ്റ്ററി വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് കോൺസെപ്റ്റ് ബിൽഡിങ്ങും അതോടൊപ്പം തന്നെ ഫാക്ച്വൽ ഇൻഫർമേഷനും നമുക്ക് വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 8ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും 11ൻ്റെയും 12ൻ്റെയും പുസ്തകങ്ങൾ തീർച്ചയായിട്ടും വായിച്ചാലും മാത്രമേ നമുക്കത് ആ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കെമിസ്ട്രിയുടെ നോക്കാം. കെമിസ്ട്രിയുടെ കേസിലേക്ക് വരുമ്പം മാറ്റർ എന്ന് പറയുന്ന ഭാഗം, അതെ 8ാം ക്ലാസ്സിലാണ് മാറ്ററിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് പറഞ്ഞു തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ 10ലേക്ക് വരുമ്പം അത് ഗ്യാസ് ലോസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രിയിൽ 11ാം ക്ലാസ്സിലും അതോടൊപ്പം തന്നെ 12ലും എല്ലാം തന്നെ അതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. കൊളോയിഡ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പം ഒന്നാമത്തത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ആ ഏരിയ പക്കായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സ്
കോമ്പൗണ്ട്സ്, മിക്സ്ചേഴ്സ്, ആറ്റം, മോളിക്യൂൾ, വാലൻസി, കെമിക്കൽ ബോണ്ടിങ്. അതിൻ്റെ കൂടെ നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ എടുക്കേണ്ടതുണ്ട്. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ പീരിയോഡിക് ട്രെൻഡൊക്കെ എക്സാമ്പിൾ വെച്ച് പഠിക്കുക. ഇവിടെയും അതുപോലെ തന്നെ എലമെൻസും കോമ്പൗണ്ടും എല്ലാം എക്സാമ്പിൾസ് വെച്ചിട്ടും അതോടൊപ്പം തന്നെ ഡേ ടു ഡേ ലൈഫിൽ നിന്നുള്ള എക്സാമ്പിളും കൂടെ കോറിലേറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും അവിടെ നല്ലത്. പിന്നെ ആസിഡ് ബേസ് സോൾട്ടിൻ്റെ കേസിൽ വരുമ്പോഴും അതോടൊപ്പം തന്നെ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും അതോടൊപ്പം തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങളും ആപ്ലിക്കേഷൻ ലെവലിൽ നിന്നായിരിക്കും. അതിൻ്റെ പ്രോപ്പർട്ടീസും ചിലപ്പം പീരിയോഡിക് പ്രോപ്പർട്ടീസും കൂടെ ക്ലബ്ബ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെയാണ് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും കേസ്. മെറ്റൽസിൻ്റെ കേസിൽ വരുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ, മെറ്റലർജി കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡി ബ്ലോക്ക് എലമെൻറ്റിലെ ചില മൂലകങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കാര്യങ്ങളും എല്ലാം നമുക്കവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ നോൺ മെറ്റൽസിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടെ വിശാലമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, ഈ ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഭാഗം. അവിടേക്ക് നമ്മൾ വരുമ്പോൾ 9ാം ക്ലാസ്സിലെ രസതന്ത്രത്തിൻ്റെ പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് കാർബണിൻ്റെ അലോട്രോപ്പ്, ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടി, ക്ലോറിൻ്റെ പ്രോപ്പർട്ടി, ഫ്ലൂറിൻ്റെ പ്രോപ്പർട്ടി, അതോടൊപ്പം തന്നെ കാർബണിൻ്റെ വിവിധ അലോട്രോപ്പുകളുടെ പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ബേസിക് കോർ ഏരിയ എന്ന് പറയുന്നത്. സിലബസ് അല്ല, പക്ഷേ ഈ ഏരിയയിൽ നിന്നൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. സിലബസിൻ്റെ അകത്തുള്ള ചില മേഖലകൾ മാത്രം ഞാൻ തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നല്ല രീതിയിൽ വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇനി പെഡഗോജിയും അതോടൊപ്പം തന്നെ സൈക്കോളജിയും നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പാഠപുസ്തകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ബുക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഡോക്ടർ അർജുനൻ സാറിൻ്റെ സൈക്കോളജിയുടെ ബുക്കാണ്. അത് നമുക്ക് ഏറ്റവും നല്ല മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിക്കാൻ വേണ്ടി. ഇനി അടുത്തത് ലാംഗ്വേജിലേക്ക് വരുമ്പം നമ്മളുടെ കോംപ്രഹെൻഷൻ സ്കില്ല് അത് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ നിരന്തര വായന വായിക്കുകയും ആ വായനയിൽ നിന്ന് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് എക്സാമുകളിലൊക്കെ ചോദിച്ച കോംപ്രഹെൻഷൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ മലയാളം ഉണ്ട്, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഗ്രാമർ, ടെൻസ്, ഇഫ് ക്ലോസ്, മലയാളമാണെങ്കിൽ പ്രകാരം, തദ്ധിതം, സന്ധി, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ പെഡഗോജിക്കൽ കാര്യവും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തായിരിക്കണം സ്ട്രാറ്റജി. അപ്പം ഞാൻ മുമ്പോട്ട് വെക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എ സ്ട്രാറ്റജി ഓഫ് 3R ആണ്. ഒന്ന് നമുക്കൊരു റിസോഴ്സ് ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ നമുക്കൊരു റൊട്ടീൻ ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ നമുക്കൊരു റിവിഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ റിസോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്ലെൻറ്റി ഓഫ് റിസോഴ്സസ് ഉണ്ട് അല്ലേ. ഒന്നില്ലെങ്കിൽ നമുക്ക് SCERT മാത്രം ആശ്രയിച്ച് SCERTയോ NCERTയോ മാത്രം നമുക്ക് ആശ്രയിച്ച് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസിൻ്റെ ഗൈഡിനെ മാത്രം ആശ്രയിക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മറ്റ് ഓൺലൈൻ റിസോഴ്സുകളുണ്ട്. ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റ് യൂട്യൂബിലുണ്ട്, അതല്ലാതെ പെയ്ഡ് ആയിട്ട് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന റിസോഴ്സുകളുമുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞങ്ങൾ കേട്ടറ്റ് 1 കാറ്റഗറി 1, 2, 3, 4 അവരുടെ അതിൻ്റെ ലോങ് ടേം ബാച്ചുകൾ ഞങ്ങളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക്, ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താലും മതി. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസോ കാര്യങ്ങളോ എല്ലാം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. ഇപ്പം സെറ്റ് ഉള്ളവരാണെങ്കിൽ അത് കാറ്റഗറി സെറ്റ് ഉയർന്ന യോഗ്യതയാണ്, പക്ഷേ കാറ്റഗറി 3 ഇല്ലെങ്കിൽ അത് എഴുതിയെടുക്കാൻ വേണ്ടി തന്നെ നോക്കണം. കാരണം നമ്മുടെ സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നത് കൊണ്ട് 2027 സെപ്റ്റംബർ 1 വരെ
കാലാവധി ഉണ്ട്. അതിനുള്ളിൽ തന്നെ പരമാവധി നമുക്ക് പറ്റുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് എല്ലാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നോക്കണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ്, റിസോഴ്സിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തത് എന്താണ്? റിവിഷനാണ്. റിവിഷൻ നമുക്ക് 2 തരമാണ്. ഈ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതിനു വേണ്ടി മാത്രം പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്നവരല്ല. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുറേ പേര് അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും, മറ്റു കുറേ പേര് നിലവിൽ BEd സ്റ്റുഡൻസ് ആയിരിക്കും, മറ്റു ചിലർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി, ഒന്നില്ലെങ്കിൽ LD ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് അധ്യാപകനുമായിട്ടോ അധ്യാപികയായിട്ടോ ഒക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഇതിനു വേണ്ടി മാത്രം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവരല്ല. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ടൊരു സ്റ്റഡി പ്ലാൻ വേണം. അത് റൊട്ടീനായിട്ട് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്താണ്, ഒരു റിവിഷൻ വേണം. റിവിഷൻ എന്താണ്? ആ റിവിഷൻ റെഗുലർ ആയിട്ടുള്ള പീരിയോഡിക് റിവിഷനാണ് നമുക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ എക്സാമിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ഫൈനൽ റിവിഷനും വേണം. അപ്പം എന്താണ്, റിസോഴ്സ് വേണം, റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാൻ വേണം, അതോടൊപ്പം തന്നെ റിവിഷൻ വേണം. ഇതിനെല്ലാത്തിലും ഉപരി ഇതെല്ലാം ഒരു ടൂളാണ്. ഇതിനെല്ലാത്തിലും ഉപരി നമുക്ക് ടെക്നിക്കുകൾ വേണം. നമുക്ക് ടെക്നിക്കുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ ടെക്നിക്കുകൾ നമ്മൾ ആർജിച്ചെടുക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്, അല്ലേ? അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. 2012 കേറ്ററ്റ് എക്സാം നിലവിൽ വന്നത്. പറ്റുമെങ്കിൽ CTETൻ്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. CTET നമുക്ക് കാറ്റഗറി 2 വരെ ഉള്ളൂ, പക്ഷെ നമുക്ക് എന്താണ്, സൈക്കോളജിയും അതുപോലെ തന്നെ പെഡഗോജിയും എന്താണ്, CTETനും ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ, ഏതൊക്കെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ PYQ ചെയ്യാൻ പറയുന്നു. അപ്പോൾ PYQ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, നമ്മൾ നടക്കേണ്ട വഴിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ലഭിക്കും എന്നതാണ് നാം ഓർക്കേണ്ടത്. അതോടൊപ്പം തന്നെ അത് ആ ടൈം ബൗണ്ടഡ് മാനറിൽ തന്നെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ക്ലാരിറ്റി നമുക്ക് വരുന്നത്. ഇനി നമുക്ക് മോക്ക് ടെസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. മോക്ക് ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ ആ പഠനത്തിൻ്റെ നിലവാരം അളക്കാൻ വേണ്ടിയാണ്. PYQ ചെയ്തത് എക്സാമിൻ്റെ കാഠിന്യം അളക്കാൻ വേണ്ടിയാണെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എന്താണ്, നമ്മളുടെ പഠനത്തിൻ്റെ നിലവാരം അളക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുവഴി നമുക്ക് എന്തൊക്കെ നേട്ടമാണ് കിട്ടുന്നത്? നമ്മുടെ സ്പീഡ് കൂടും, നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്കിൽ അത് പ്രോസസ്സിങ് കൂടുതലായിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്പീഡ് വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ്, ഒരു ടൈം മാനേജ്മെൻറ്റ് സ്കില്ല്, പ്രത്യേകിച്ച് നമ്മൾ കേട്ടിട്ട് എഴുതുന്നവർ, അതായത് ഫ്രഷ് ആയിട്ട് കേട്ടിട്ട് എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ കൊണ്ട് നിർത്താൻ പോകുന്നില്ല. മറിച്ച് എന്താണ്, അവർക്കിനി UP സ്കൂൾ അസിസ്റ്റൻ്റ് ഉണ്ട്, ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ HSST എക്സാം എല്ലാം ഉണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും മുമ്പോട്ട് പോകുമ്പം പരീക്ഷാ ഹാളിലെ ടൈം മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഇത്രയും കാലം 6 മാസമോ 7 മാസമോ അല്ലെങ്കിൽ ഡിഗ്രിയും PGയും കാലം ഒരു 5 വർഷം പഠിച്ച കാര്യമാണ് 1.25 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ റീകളക്ട് ചെയ്ത് എടുക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞത് ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മൾ എഴുതണം. ഇതെല്ലാം നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിലവിൽ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു റിവിഷൻ എക്സാം, ആ റിവിഷൻ എക്സാം കഴിയുമ്പോൾ ഒരു 5-6 റിവിഷൻ എക്സാം കഴിയുമ്പോൾ ഒരു മോഡൽ എക്സാംസ്, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എക്സാം ഒക്കെ എഴുതുന്നത് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യാനാണെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഈ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു കോഴ്സ് ആയിരിക്കും ഈ വരുന്ന കേട്ടറ്റ് ലോങ് ബാച്ച് എന്ന് പറയുന്നത്. കേട്ടിട്ട് 1 ഉണ്ട്, 2, 3, 4. അതിനകത്ത് 3ൽ എല്ലാ കാറ്റഗറിയും, ഫിസിക്കൽ സയൻസ് ഉണ്ട്, നാച്ചുറൽ സയൻസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ഇംഗ്ലീഷ്, എല്ലാ കാറ്റഗറിയും എന്താണ്, ഓപ്പൺ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ബോർഡ് നമ്പറിൽ ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കേട്ടിട്ട് സംബന്ധിച്ച് നിലവിൽ സുപ്രീം കോടതി വിധി ഉള്ളത് കൊണ്ട് തന്നെ ഒരു കയോറ്റിക് സിറ്റുവേഷൻ നിലനിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ
സംശയങ്ങൾ കാണും. അപ്പോൾ നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് എന്താണ്, ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ സമാനമായിട്ട് സംശയമുള്ള അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കണമെന്ന് ആഗ്രഹമുള്ള ആർക്കെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ എന്താണ് നിങ്ങളുടെ BEd ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പം ഇനിയും ഇതുപോലെയുള്ള വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.